ഈ ഫൈറ്റ് റിയൽ ആണോ ഫേക്ക് ആണോ എന്നുള്ളതാണ്. ഫുൾ പ്രഡിക്ഷൻ ലിസ്റ്റിൽ 99% നമ്മളെ മൈക്ക് ടൈസൺ തന്നെ ജയിക്കും എന്ന് തന്നെയായിരുന്നു എല്ലാവരും ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. മൈക്ക് ടൈസൺ വേഴ്സസ് ജേക്ക് പോൾ, ഈസ് ഇറ്റ് ഫേക്ക് ഓർ നോട്ട്? സോഷ്യൽ മീഡിയയിൽ ഫുള്ളും ഇപ്പം കത്തിക്കേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ മൈക്ക് ടൈസണിന്റെയും ജേക്ക് പോളിന്റെയും ഫൈറ്റ് സ്ക്രിപ്റ്റഡ് ആണോ അല്ലയോ എന്നുള്ളത്. സോ സിറ്റ് ബാക്ക്, റിലാക്സ് ആൻഡ് എൻജോയ്. ആരാണ് ജേക്ക് പോൾ? 27 വയസ്സുള്ള ഒരു പീക്ക് അത്ലറ്റ് ആണ് ജേക്ക് പോൾ. അദ്ദേഹം ഒരു അമേരിക്കൻ പ്രൊഫഷണൽ ബോക്സറാണ്, അദ്ദേഹം ഒരു യൂട്യൂബറാണ്, ഒരു ആക്ടറാണ്. അദ്ദേഹം 2017ലെയും 2018ലെയും ഒരു ഹയസ്റ്റ് പെയ്ഡ് യൂട്യൂബറാണ്. അതുപോലെ തന്നെ 2022 ഒരു ഹയസ്റ്റ് പെയ്ഡ് അത്ലറ്റും കൂടെയാണ് ഈ ജേക്ക് പോൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 2005 കെവിൻ മെക്ബ്രൈഡിന്റെ കൂടെയുള്ള തോൽവിക്ക് ശേഷമുള്ള മൈക്ക് ടൈസന്റെ ഒരു റിയൽ ഫൈറ്റും കൂടെയാണ് ഇപ്പൊ കഴിഞ്ഞ ഈ ജേക്ക് പോളിന്റെ കൂടെ ഉണ്ടായിരുന്ന ഫൈറ്റ്. 2020 റേ ജോൺ ജൂനിയറിന്റെ കൂടെ ഇദ്ദേഹത്തിന് ഒരു എക്സിബിഷൻ മാച്ച് ഉണ്ടായിരുന്നു. പക്ഷെ 2005 ശേഷമുള്ള ഇദ്ദേഹത്തിന്റെ ഒരു റിയൽ ഫൈറ്റ് ആണ് ഇപ്പൊ കഴിഞ്ഞത്. റിയൽ ഫൈറ്റ് എന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച ഒരു ഫൈറ്റ് ആണ് ഇപ്പൊ കഴിഞ്ഞത്. പക്ഷെ നമുക്ക് അറിയേണ്ടത് ഈ ഫൈറ്റ് റിയൽ ആണോ ഫേക്ക് ആണോ എന്നുള്ളതാണ്. ഇതിന്റെ ഫസ്റ്റ് അനൗൺസ്മെന്റിൽ ഇതിന്റെ ഒരു ഹൈപ്പ് ഒരു 50% ആയിരുന്നു ഈ കാര്യം നടക്കുന്നത് വരെ. ഇതിന് ശേഷം ഈ ഹൈപ്പ് 50 നിന്ന് 100% അല്ലെങ്കിൽ 110% പോയി. കാരണം അത്രയ്ക്ക് അഗ്രസീവ് ആയിരുന്നു മൈക്ക് ടൈസൺ. ഈ സമയത്ത് തന്നെയാണ് മൈക്ക് ടൈസന്റെ ട്രെയിനിങ് സമയത്തുള്ള പെർഫോമൻസ് വീഡിയോ കയറി വൈറലാകുന്നത്. ഇതിൽ അദ്ദേഹം ഹൈ പെർഫോമൻസും ഹൈ എനർജിയും ആയിരുന്നു. യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും ഫുള്ള് പ്രഡിക്ഷൻ ലിസ്റ്റിൽ 99% നമ്മളെ മൈക്ക് ടൈസൺ തന്നെ ജയിക്കും എന്ന് തന്നെയായിരുന്നു എല്ലാവരും ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ എല്ലാവരുടെ പ്രഡിക്ഷനും തകിടം മറിച്ചുകൊണ്ട് നമ്മുടെ മൈക്ക് ടൈസൺ ഫൈറ്റിന്റെ അവസാനം തോറ്റ് ജേക്ക് പോള് ജയിച്ചു. ഇത് ശരിക്കും സ്ക്രിപ്റ്റഡ് ആണോ? ഈ ഫൈറ്റിന് ശേഷം ഇത് സ്ക്രിപ്റ്റഡ് ആണ് അല്ലെങ്കിൽ ഈ ഫൈറ്റിന്റെ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സാധനം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഫുള്ള് ഉണ്ടായിരുന്നു. ജേക്ക് ജോസഫ് പോൾ, ഇദ്ദേഹത്തിനെ കുറിച്ച് ആൻഡ്രൂ ടെറ്റ് ഈ ഫൈറ്റ് അനൗൺസ് ചെയ്തതിന് ശേഷം ആൻഡ്രൂ ടെറ്റ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. To be fair to the guy, he can sell tickets. Yes. And it's amazing what we were talking earlier about sales. Yeah. I mean, nobody, and this is with all due respect, nobody should give a shit about watching a 60-year-old fight a 27-year-old. But Jake can make them care. Yeah. And because he can make them care, he gets paid more than most boxers will ever make in their entire careers for one fight. ശരിക്കും അത് തന്നെയാണ് സംഭവിച്ചത്. ഇത് മാർക്കറ്റ് ചെയ്യാൻ ജേക്ക് പോളിനും നെറ്റ്ഫ്ലിക്സിനും 100% പറ്റി. കാരണം നെറ്റ്ഫ്ലിക്സിന്റെ തന്നെ റെക്കോർഡ് തരണം ചെയ്തുകൊണ്ട് ലൈവ് സ്ട്രീമിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ലൈവായിട്ട് കണ്ട ഇവന്റ് എന്നുള്ള റെക്കോർഡ് ഈ ഫൈറ്റ് നേടിയെടുത്തു. ഈ ലാസ്റ്റ് പോയിന്റ് നമുക്ക് മനസ്സിലാക്കാം, മണി എവറിത്തിങ്. ഈ ഒരു ഫൈറ്റോട് കൂടി ജേക്ക് പോളിന് കിട്ടിയത് $40 മില്യൺ, മൈക്ക് ടൈസന് കിട്ടിയത് $20 മില്യൺ. പക്ഷെ ഈ ഒരു കണക്ക് പ്രൂവൺ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇത് സ്ക്രിപ്റ്റഡ് ആണോ അല്ലേ എന്നുള്ള കാര്യം മാറ്റിവെച്ചാൽ ഇതൊരു സക്സസ്ഫുൾ ബിസിനസ് ഇവന്റ് ആയിരുന്നു. ഇത് സ്ക്രിപ്റ്റഡ് ആണോ അല്ലെങ്കിൽ സ്കാം ആണോ ബിസിനസ് ആണോ എന്ത് തന്നെ പറഞ്ഞാലും ഇതിൽ ജയിച്ചത് മൈക്ക് ടൈസൺ തന്നെയാണ്. ശരിക്കും പറഞ്ഞത് 19-ാം വയസ്സിൽ ആദ്യ ഫൈറ്റ് നോക്കൌട്ട് കൂടി വിജയിച്ചുകൊണ്ടാണ് ഇദ്ദേഹം ആദ്യത്തെ അരങ്ങേറ്റം തുടങ്ങുന്നത്. 20-ാമത്തെ വയസ്സിൽ ഇദ്ദേഹം ദ വേൾഡ് മോസ്റ്റ് അഗ്രസീവ് ഹൈവെയ്റ്റ് ചാമ്പ്യനെ, തുടർന്ന് 44 നോക്കൌട്ട്. ഇദ്ദേഹം തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, everyone has a plan until you're punched in the mouth. കാര്യം ശരിയായിരുന്നു. 2005 ഇദ്ദേഹത്തിന്റെ തുടർച്ചയായ തോൽവികൾക്ക് ശേഷം ഇദ്ദേഹത്തെ ബാങ്ക് പാപ്പരാസി എന്ന് വരെ മുദ്രകുത്തി. കാരണം ഇദ്ദേഹത്തിന്റെ പുവർ മണി മാനേജ്മെന്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഡിസിഷൻ. അവിടെ നിന്ന് അദ്ദേഹം ഒരു ആക്ടറായി, ഒരു പോഡ്കാസ്റ്റ് ഹോസ്റ്റായി, ഒരു ഓതറായി. പിന്നീട് അദ്ദേഹം അതിനെല്ലാം റിക്കവർ ആയിട്ട് വന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു മാസ് ഓഡിയൻസ് ഉണ്ട്, ഒരു മാസ് ഫാൻസ് ഉണ്ട്. ഈ ഒരു ഫൈറ്റോട് കൂടി അദ്ദേഹത്തിന്റെ ആ ലെജൻസി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ലെജൻഡ് എന്നുള്ള പട്ടം ഒരിക്കലും തന്നെ പോകും. സോ ഈ ഫൈറ്റ് റിയൽ ആണോ ഫേക്ക് ആണോ എന്നുള്ള ഇതുവരെയും പ്രൂവൺ ആയിട്ടില്ല. ഈ ഒരു ഇവന്റ് സക്സസ്ഫുൾ ആയിരുന്നു. ആസ് എ ബിസിനസ്, ആസ് എ മണി മേക്കിംഗ് കണ്ടന്റ്.